ഈ എംബ്രാൻ്റെ വിളക്കത്ത് വാര്യരുടെ അത്താഴം എന്നൊരു ശൈലിയുണ്ട്. മറ്റൊരാളിൻ്റെ സൗകര്യത്തിൽ മൂന്നാമതൊരാൾ അയാളുടെ കാര്യങ്ങൾ സാധിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് ഈ ശൈലി സൂചിപ്പിക്കുന്നത്. 2016 മുതലുള്ള കേരള രാഷ്ട്രീയത്തെ എടുത്തു പരിശോധിക്കുമ്പോൾ നമുക്ക് ഈ ശൈലിയോട് അതിനെ താരതമ്യപ്പെടുത്താൻ തോന്നും. അതിനൊരു ചെറിയ തിരുത്ത് വരുത്തേണ്ടതുണ്ട്. BJPയുടെ വിളക്കത്ത് LDFൻ്റെ ഭരണം എന്ന തിരുത്ത് എങ്ങനെയാണെന്നല്ലേ? 2011 അപേക്ഷിച്ച് 2016 LDFന് വോട്ട് കൂടിയില്ലെന്ന് മാത്രമല്ല 1.5% വോട്ട് കുറയുകയും ചെയ്തു. എങ്കിലും അവരുടെ സീറ്റ് 68 നിന്നും 93 വർദ്ധിച്ചു. ഈ വർധന പ്രധാനമായും ഉണ്ടായത് BJPയുടെ സാന്നിധ്യം കൊണ്ടാണ്. അതായത് BJP സ്വയം ജയിച്ചില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക കൂടി ചെയ്തു. ഈ ഒരു സാഹചര്യം കണ്ടുകൊണ്ടാണ് LDFൻ്റെ ഹിന്ദു വിരുദ്ധ സമീപനങ്ങൾ നമ്മൾ വിലയിരുത്തേണ്ടത്. അതായത് ഹിന്ദുവിരുദ്ധം എന്ന് BJP പറയുന്ന ഈ സമീപനങ്ങൾ സ്വാഭാവികമായും BJPയെ വളർത്തും. BJPയുടെ ആ വളർച്ച സഹായിക്കുന്നത് കോൺഗ്രസിൻ്റെ തളർച്ചയെയാണ്. അഥവാ കോൺഗ്രസിനെ തളർത്തുകയാണ് BJPയുടെ വളർച്ചയുടെ മറ്റൊരു ഫലം. ആ കോൺഗ്രസിൻ്റെ തളർച്ചയും BJPയുടെ വളർച്ചയും LDFന് വളമാകുന്ന സാഹചര്യമാണ് 2016 തെരഞ്ഞെടുപ്പിലും ഇപ്പോൾ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും വ്യക്തമായത്. ഈ ഒരു സാഹചര്യം മുതലാക്കാനാണ് LDFൻ്റെ നീക്കം എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. 2019 പാർലമെൻറ്റ് ഇലക്ഷൻ്റെ സാഹചര്യം മറ്റൊന്നാണ്. അവിടെ ഒരു ദേശീയ രാഷ്ട്രീയത്തിൻ്റെ സിനാറിയോ വർക്ക് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, പാർലമെൻറ്റ് മണ്ഡലങ്ങളും അസംബ്ലി മണ്ഡലങ്ങളും തമ്മിലുള്ള വ്യാപ്തിയും വ്യാപനവും വ്യത്യസ്തമാണ്. അതിൻ്റെ വോട്ടിംഗ് പാറ്റേണും വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് 2019 LDFന് നേട്ടമുണ്ടാക്കാൻ കഴിയാതെ പോയത്. നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നാണ് അവർ പ്രതീക്ഷിച്ചത്, പക്ഷേ കഴിയാതെ പോയി. ഈ സാഹചര്യത്തിൽ വേണം നമ്മൾ ഇനി വരാനിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തേണ്ടത്. LDF ഭരണ തുടർച്ചയ്ക്ക് കാണുന്ന ഏറ്റവും വലിയ ഉപാധി BJPയുടെ വളർച്ച തന്നെയാണ്. 2016 LDFൻ്റെ വിജയത്തിന് BJP ഫാക്ടർ ഒഴികെ മറ്റൊരു ഫാക്ടർ കൂടി ഉണ്ടായിരുന്നു. അത് VS അച്യുതാനന്ദൻ ഫാക്ടറായിരുന്നു. ഇപ്പോൾ ആ ഫാക്ടർ ഇല്ല. പക്ഷേ അവിടെ മറ്റൊരു ഫാക്ടറുണ്ട്. ന്യൂനപക്ഷങ്ങളുടെ അരക്ഷിതബോധം എന്ന ഒരു ഫാക്ടർ. വർഗീയത ഉപേക്ഷിക്കുന്നു അല്ലെങ്കിൽ വർഗീയത നിരാകരിക്കുന്നു എന്ന് പറയുന്ന LDF രാഷ്ട്രീയം തന്നെയാണ് കേരളത്തിൽ ഏറ്റവും അധികം വർഗീയത ഉപയോഗിച്ച് വിജയം നേടാൻ ശ്രമിക്കുന്നത് എന്നുള്ള ഒരു വിരോധാഭാസം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ആ വിരോധാഭാസം അങ്ങനെ നിൽക്കട്ടെ. ഈ ശരിക്കു പറഞ്ഞാൽ BJP വിരുദ്ധത എന്ന വർഗീയതാ വിരുദ്ധതാ മന്ത്രം യഥാർത്ഥത്തിൽ മറ്റൊരു വർഗീയത തന്നെയാണ്. അതായത് വർഗീയത പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ വർഗീയതാ വിരുദ്ധതയുടെ സ്തോതാക്കളും വക്താക്കളുമാകുന്നത് എന്നാണ്. വർഗീയത എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും വർഗീയതയാണ്. അതിനെ വർജിക്കണമെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കണം. സ്വാഭാവികമായിട്ടും ഒരു കൂട്ടർ വർഗീയമാകുമ്പോൾ മറുകൂട്ടരും വർഗീയരായേ തീരൂ. അപ്പോൾ ഒരു വിഭാഗത്തിൻ്റെ വർഗീയതയ്ക്ക് വളം വയ്ക്കുന്ന തീരുമാനങ്ങൾ ഒരു ഭാഗത്ത് നടപ്പാക്കുകയും വിഭാഗത്തെ പ്രകോപിപ്പിക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്നത് ഈ പറയുന്ന മതനിരപേക്ഷതയുടെ പേരിലല്ല, വളരെ വളരെ വ്യക്തമായ ഒരു രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ പേരിലാണ്. അതായത് BJP വളരണം,
BJP 10 വോട്ട് പിടിക്കുമ്പോൾ അതിൽ 6 വോട്ടോ 7 വോട്ടോ കോൺഗ്രസിൻ്റെ വോട്ടായിരിക്കും, 3 വോട്ട് മാത്രമേ LDFിൻ്റെ വോട്ടായിരിക്കുകയുള്ളൂ. ഇങ്ങനെ BJP വളരുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ കൂടുതൽ വോട്ട് നേടി BJP വളരുമ്പോൾ സംഭവിക്കുന്നത് ന്യൂനപക്ഷങ്ങൾ കോൺഗ്രസ് വിട്ട് LDFിൽ ചേരും. അപ്പോൾ രണ്ടർത്ഥത്തിലും LDFിന് നേട്ടമാണ് BJPയുടെ വളർച്ച. ആ വളർച്ചയിൽ നിന്ന് സ്വയം ഭരണം നേടുക എന്നുള്ളതാണ്. എല്ലാ കാലത്തും ഇടതുപക്ഷത്തിൻ്റെ നയം ഈ പറയുന്ന സ്വന്തം താല്പര്യങ്ങളും സ്വന്തം സൗകര്യങ്ങളും മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. വിശാലമായ ഒരു രാഷ്ട്രീയം അവർ പ്രസംഗിക്കുമെങ്കിലും ഒരു കാലത്തും അവരുടെ രാഷ്ട്രീയം ഒരു വിശാല ഭൂമികയിലുള്ളതല്ലായിരുന്നു. ഭരണം നിലനിർത്തുക, വ്യാപ്തി വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ സ്വാധീന മേഖല വർദ്ധിപ്പിക്കുക എന്നുള്ള വളരെ സ്വകാര്യമായ അജണ്ടകൾക്കപ്പുറം ദേശീയതയുടെയോ ദേശവികാസത്തിൻ്റെയോ ഒരു ലക്ഷണവും ഒരു താല്പര്യവും അവർക്കൊരിക്കലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവർ ഇന്ത്യ ചൈന യുദ്ധകാലത്ത് ഇന്ത്യയുടേതെന്നും ചൈന ചൈനയുടേതെന്നും പറയുന്ന ഭാഗം എന്നൊക്കെ ഇന്ത്യയുടെ ടെറിട്ടറിയെക്കുറിച്ച് പ്രസ്താവിക്കാൻ അവർക്ക് കഴിയുന്നത്. തികച്ചും ഒരു രാഷ്ട്രീയ സ്വാർത്ഥതയുടെ പ്രതീകമാണ് എല്ലാ കാലത്തും ഈ ഇടതുപക്ഷ പ്രത്യേകിച്ചും CPM രാഷ്ട്രീയം. അപ്പോൾ സ്വാഭാവികമായും അടുത്ത തെരഞ്ഞെടുപ്പിലും അവർ പ്രതീക്ഷിക്കുന്ന ഒരു കാർഡ് ഇതാണ്: BJPയുടെ വളർച്ചയിൽ നിന്ന് സ്വയം ഊർജം സംഭരിക്കുക, ഭരണ തുടർച്ച കരസ്ഥമാക്കുക എന്നുള്ളതാണ്. ഒരു കാലത്തും LDF അല്ലെങ്കിൽ CPM സ്വന്തം നയസമീപനങ്ങളുടെ വിജയത്തിൻ്റെ പേരിൽ അടുത്തൊരു വിജയം നേടിയിട്ടില്ല. എപ്പോഴും പരാജയപ്പെടുന്ന ഒരു ഭരണകൂടമാണ് അവരുടേത്. അവർ ജയിക്കുന്നത് എപ്പോഴും നെഗറ്റീവ് ക്യാമ്പയിനിങ് കൊണ്ടാണ്. മറ്റുള്ളവരെ അധിക്ഷേപിച്ചും ആക്ഷേപിച്ചും അപകീർത്തിപ്പെടുത്തിയും മാത്രം നേടുന്നതാണ് എല്ലാ കാലത്തും അവരുടെ അധികാരം. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അജണ്ടയാണ് ഇപ്പോൾ നടക്കുന്നത്. BJPയെ വളർത്തി അതിൽ നിന്ന് ഊർജം നേടി കോൺഗ്രസിനെ തളർത്തി ഭരണ തുടർച്ച കൈവരിക്കുക. ഇതിൽ എന്ത് സെക്യുലറിസമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, ഇതിലെന്ത് ദേശീയതയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇതൊരു കൃത്യമായ കെണിയാണ്, BJPക്കാരൻ്റെ നേർക്ക് വച്ചിരിക്കുന്ന കെണി. BJPക്കാരൻ ഇത് മനസ്സിലാക്കണം. കേരളത്തെക്കുറിച്ച്, കേരളീയ ജനതയെക്കുറിച്ച് എന്തെങ്കിലും അവർക്കൊരു കരുതലുണ്ടെങ്കിൽ ഈ തവണ ഈ ഭരണം തുടരാതിരിക്കാൻ വേണ്ടി അവരുടേതായ സ്ട്രാറ്റജികൾ കണ്ടെത്തണം, അത് നടപ്പിലാക്കണം. ഈ ഭരണം 5 വർഷം കൂടി തുടർന്നിട്ടുണ്ടെങ്കിൽ കേരളത്തിൻ്റെ ഗതി എന്താകുമെന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല. അത്ര കണ്ട് കലുഷിതമാണ് ഈ ഭരണകൂടത്തിൻ്റെ സമീപനങ്ങളെല്ലാം തന്നെ. അപ്പം അതിൻ്റെ തുടർച്ചയ്ക്ക് വളമാകാൻ BJP ഇടവരുത്തരുത് എന്നാണ് ഓരോ BJPക്കാരനോടും അപേക്ഷിക്കാനുള്ളത്. നിങ്ങൾ കോൺഗ്രസിൻ്റെ വോട്ട് പിടിച്ചോളൂ, പക്ഷേ അത് CPMൻ്റെ സീറ്റ് വർദ്ധിപ്പിക്കുന്നതിന് ഇടയാക്കരുത്. ഈ ദുർഭരണം തുടരാൻ നിങ്ങൾ വഴി തെളിക്കരുത് എന്നാണ് പറയാനുള്ളത്. ഇത് എനിക്ക് തോന്നുന്നത് വലിയൊരു വിഭാഗം കേരളീയരുടെ ആഗ്രഹമായിരിക്കും. ഏതാണ്ട് 70% കേരളീയർ ആഗ്രഹിക്കുന്നത് ഇത് തന്നെയായിരിക്കും. ഈ ആഗ്രഹം, ഈ ഒരു പ്രതീക്ഷ BJP നിറവേറ്റും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു.